നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. They withdraw the log standing. റഹീമണ്ണൻ വീണ്ടും ഇംഗ്ലീഷുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മണ്ടത്തരൊന്നും കാണിക്കല്ലേ. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ശീതളൻ, നീ എന്തിനാണ് ആവശ്യമില്ലാതെ അങ്ങേരെ ഇങ്ങനെ വിമർശിക്കാനും പരിഹസിക്കാനും നിൽക്കുന്നത്? നീ എല്ലാം തികഞ്ഞവളാണോ? നിനക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാമോ? നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ മാത്രമേ ഒരു രാഷ്ട്രീയ നേതാവാകൂ എന്നൊന്ന് നിർബന്ധമുണ്ടോ? ഒരു MP യോ മന്ത്രിയോ ആയിരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയണമെന്ന് നിർബന്ധമുണ്ടോ? നമ്മുടെ മാതൃഭാഷയൊന്നുമല്ലല്ലോ ഇംഗ്ലീഷ്. ഇതൊക്കെയാണ് കുറെ ആളുകൾ എന്റെ നേരെ വിമർശനമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങേർക്ക് മര്യാദയ്ക്ക് മലയാളത്തിൽ സംസാരിച്ചാൽ എന്താ? ഇങ്ങേര് ഇനിയും നാടിനെ നാറ്റിക്കാൻ ഇറങ്ങിയാൽ ഇങ്ങേരെ ഇങ്ങനെ ഇനിയും നാറ്റിച്ചുകൊണ്ടേയിരിക്കും. മലയാളത്തിൽ മാന്യമായിട്ട് സംസാരിക്കാൻ അറിയാമല്ലോ, മര്യാദയ്ക്ക് അത്യാവശ്യം ഭംഗിയായിട്ട് മലയാളത്തിൽ സംസാരിക്കാൻ അറിയാവുന്ന ആളാണല്ലോ. ഈ ചാനലുകാർ നാഷണൽ മീഡിയ ഒക്കെ ആണെങ്കിൽ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്കറിയാവുന്ന വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഷയിൽ, നമ്മൾ ഏത് ഭാഷയിലാണോ നമുക്ക് ആത്മവിശ്വാസമുള്ളത് ആ ഭാഷയിൽ സംസാരിച്ചാൽ മതി. ബാക്കി പരിപാടികൾ അവർ ചെയ്തോളും. ഇങ്ങനെ എന്തോത്തിനാണ് ഇങ്ങനെ കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകൾ 5-6 ഡിക്ഷണറിയിൽ നിന്ന് നോക്കി വെച്ചുകൊണ്ട് അത് മാത്രം ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞ് നാടിനെ മനഃപൂർവ്വം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? വിവരവും വിദ്യാഭ്യാസമുള്ളവർ പറഞ്ഞത് മനസ്സിലാക്കണം. The branding of PMAY urban. ഇയാളത് ഏത് ഭാഷയെ പറയുന്നത്? ഇംഗ്ലീഷ്. PMAY അർബൻ അതാ ഉദ്ദേശിച്ചത്. It will be affect dignity of certain person. ഈ ആവശ്യമില്ലാത്തടത്തൊക്കെ ബി ഒക്കെ ചേർക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇറ്റ് വിൽ ബി അഫക്റ്റ് എന്നങ്ങ് പറഞ്ഞാൽ പോരെ? ഇങ്ങനത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? കയ്യിലുള്ള വാക്കുകൾ എല്ലായിടത്തും അങ്ങ് ചെലവാക്കിയേക്കും. അതുപോലെ തന്നെ കുറച്ച് ഇംഗ്ലീഷേ കയ്യിലുള്ളെങ്കിലും ആറ്റിറ്റ്യൂഡിന് കുറവില്ല. ഇറ്റ് വിൽ ബി അഫക്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് സർട്ടൻ പേഴ്സൺ. അതിനാ എന്നെ ചെയ്യാൻ മുടിയും ഇംഗ്ലീഷിലെ പേസി പഴക്കമായി പോച്ച്. So that particular beneficiary. ആ റിപ്പോർട്ടർ ഇടയ്ക്ക് സഹായിച്ചു. ഈ PMAY പദ്ധതി വന്നാൽ അത് മനുഷ്യരുടെ ഡിഗ്നിറ്റിയെ ബാധിക്കും. അതിനുവേണ്ടി ലോങ് സ്റ്റാൻഡിങ് ഫൈറ്റ് ആണ്. കുറെ നാളുകളായിട്ട് നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് ഈ കഴിഞ്ഞ സർക്കാർ നടത്തിക്കൊണ്ടിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അണ്ണൻ പറയാൻ ശ്രമിക്കുന്നത്. പച്ച മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ പോരെ? ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷൊന്നും എനിക്ക് വഴങ്ങില്ല. ആ റിപ്പോർട്ടറിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം ഇടയ്ക്ക് സഹായിക്കുന്നുണ്ട്. ബെനിഫിഷ്യറി എന്ന കൃത്യമായിട്ടുള്ള വാക്ക് കൊടുത്ത് ഒന്ന് സഹായിച്ചു. ഇനി So it will affect his or her dignity and dignity of life. It will affect his or her. It will affect their dignity എന്നങ്ങ് പറഞ്ഞാൽ മതി. കയ്യിലിരിപ്പുണ്ട് ഒരു ഹിസും ഹെറും, അത് അവിടെ ഛർദ്ദിക്കണം. So it's so സോയും ഗ്യാനിയും ഒക്കെ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നു. Definitely it's a violation of fundamental rights of our constitution. Which are the fundamental rights of our constitution? അണ്ണ, എന്തൊക്കെയാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ്? അതും കൂടെ പറഞ്ഞിട്ട് പോകും. ഇത് വയലേഷൻ ആണെന്ന് പറയുന്നുണ്ടല്ലോ. PMAY പദ്ധതി പ്രകാരം കൊടുക്കുന്ന വീടുകളുടെ മുന്നിൽ ആ പദ്ധതിയുടെ ലോഗോ വെച്ചാൽ അത് എന്തോ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ റൈറ്റ്സിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ആവുമെന്നാണ് അണ്ണൻ പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള റൈറ്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് പറ. എങ്ങനെയാണ് ഇത് വയലേഷൻ ആകുന്നത് എന്ന് കൂടി പറ. ആരംഭിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യം നമുക്ക് വേറെല്ലാം പറയാം. And it's a unilateral decision of union government. ഇന്നത്തെ താരം യൂണിലാറ്ററൽ. So it is highly condemnable. കണ്ടംനബിൾ എന്ന് എഴുതുമെങ്കിലും കണ്ടമബിൾ എന്നേ അത് വായിക്കുള്ളണ്ണ. എൻ സൈലന്റാ. എന്നെ പഠിപ്പിച്ച ഇംഗ്ലീഷ് സാർ മോശമായതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല. It is a long standing fight between Kerala government and union government in this regard. ലോങ് സ്റ്റാൻഡിങ് ഫൈറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറെ വർഷങ്ങളായിട്ട് കുറെ കാലങ്ങളായിട്ട് ഇവര് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതെ. PMAY പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് വീട് വേണ്ടെന്നും പറഞ്ഞായിരിക്കും അല്ലേ അണ്ണ? 5 ലക്ഷം വീട് ഇവിടെ കൊടുത്തെന്ന് പറയുന്നു. അതിൽ 1,62,000 വീടുകൾ PMAY പദ്ധതിയുമായിട്ട് ചേർന്നല്ലേ കൊടുത്തത്. എന്നിട്ട് നല്ല മഞ്ഞ ബോക്സ് ഒക്കെ വരച്ച് അതിനകത്ത് കറുത്ത അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, വെണ്ടയ്ക്ക അക്ഷരത്തിൽ, ഏത് പദ്ധതി പ്രകാരമാണ്, ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കൊടുത്ത വീട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടില്ലേ? But unfortunately, unilaterally, ഞാൻ പറഞ്ഞില്ലേ, യൂണിലാറ്ററൽ എന്നുള്ള ഒരു വാക്ക്
കനത്തെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അതും പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് അതൊരു പുട്ടിന് ബീര പോലെ ഇട്ടോളൂ. Yesterday he stated that they withdrew the withdrawed. ഇങ്ങോട്ട് പോരട്ടെ, കിട്ടും. long standing stand of our Kerala government. എന്താന്ന് ചിരിക്കണ? കുറെ നാളുകളായിട്ട് കേരള ഗവൺമെന്റിന്റെ ഒരു സ്റ്റാൻഡ് എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ 50-100 വർഷക്കാലം മുമ്പ് തൊട്ടേ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ പദ്ധതി പ്രകാരമുള്ള വീട്ടിൽ ലോഗോ വെക്കാൻ കഴിയില്ല, അതുകൊണ്ട് കാശൊന്നും വേണ്ടെന്ന്. പിന്നെ എങ്ങനെയാണെന്നേ അവരുടെ കാശ് ഉപയോഗിച്ച് നിങ്ങൾ ഈ കണ്ട ലക്ഷക്കണക്കിന് വീടുകളൊക്കെ വെച്ചത്, കൊടുത്തത്. എന്നിട്ട് നിങ്ങൾ കൊടുത്തെന്ന് അവകാശപ്പെടുന്നത് പോട്ടെ, കേന്ദ്രം ഒന്നും തരുന്നില്ല, എല്ലാ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്താൽ നിങ്ങളെല്ലാം ചെലവാക്കുന്നത്. നാട്ടുകാർ നിങ്ങൾക്കൊന്നും തരുന്നില്ല, നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന നാട്ടുകാർക്കല്ലേ ഇവിടെ കൊടുത്തോണ്ടിരുന്നത്. സമ്മതിച്ച്. So this is very highly condemnable. ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. അടുത്ത് ചെല്ലുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ആക്കരുത്, സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോൾ ആക്കരുത്. So we will raise the issue in a loud manner. ഞങ്ങൾ ഉച്ചത്തിൽ ഇതിനെതിരെ പ്രതിഷേധിക്കും, ഇതിനെതിരെ പ്രതികരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ശീതൾ എന്തിനാണ് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അദ്ദേഹം സംസാരിക്കുന്നില്ലേ, എന്തിനാണ് ഇങ്ങനെ എടുത്ത് വിമർശിക്കുന്നത്, കളിയാക്കുന്നത്? അത് നല്ലതാണോ? കുറച്ചൊക്കെ മെച്ചപ്പെട്ടിട്ടില്ലേ എന്നൊക്കെ പറയാൻ വരുന്നവരും കാണും. ഇപ്പൊ കുറെ മെച്ചപ്പെട്ടിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെയോ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പദവിയെയോ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ അതൊന്ന് ചിന്തിക്കണ്ടേ? ഞാനിപ്പം ചന്ദ്രമംഗലത്തെ ശീതളായിട്ടല്ല സംസാരിക്കുന്നത്, ഇന്ന പ്രസ്ഥാനത്തിന്റെ ഒരു വക്താവായിട്ടാണ് അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് വരുമ്പോൾ അതിന് കുറച്ചുകൂടി ഗൗരവം ഞാൻ കൊടുക്കണ്ടേ? അപ്പോൾ എനിക്ക് ആത്മവിശ്വാസത്തോടെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്, നല്ല കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ മാതൃഭാഷയിലാണ്, മലയാളത്തിലാണ്. മലയാളത്തിൽ സംസാരിക്കുക. ശരീരമല്ലോ കണ്ടാമൃഗത്തിന്റെ ബുദ്ധിയില്ലല്ലോ. രാജ്യസഭയിലൊക്കെ സംസാരിക്കുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിന് മലയാളത്തിൽ സംസാരിക്കേണ്ട കാര്യമുള്ളൂ. ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം എല്ലാവരുടെയും കൈവശം കൊടുത്തിട്ടുണ്ട്. അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഭാഷയിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, അവകാശം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്തിനാണ് ഇങ്ങനെ ഇംഗ്ലീഷിൽ കിടന്ന് ഞാലുന്നത്? അപ്പൊ ഞാൻ എന്തോ മറ്റതാണെന്ന് അറിയിക്കാനുള്ള ഒരു ഇത്, അല്ലെങ്കിൽ മാതൃഭാഷ സംസാരിച്ചാൽ എന്നെ കുറച്ച് കാണുമോ എന്നുള്ള ഒരു ചിന്ത. നമ്മുടെ മാതൃഭാഷ അത്ര ചെറുതൊന്നുമല്ല. മലയാളം ഈ പഠിച്ചെടുക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഭാഷകളിൽ ഒന്നാണ് മലയാളം. അപ്പൊ മലയാളത്തെ കുറച്ച് കാണേണ്ട കാര്യമില്ല. ഞാൻ മലയാളത്തിൽ സംസാരിച്ചു പോയാൽ എൻ്റെ പദവിയുടെ ഗാംഭീര്യം നഷ്ടപ്പെടുമോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു കോമാളിയാകുന്നത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പറയാനുള്ളത് വ്യക്തമായിട്ട് നിങ്ങളുടെ മാതൃഭാഷയിൽ ഉറച്ചു നിന്ന് സംസാരിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് കിട്ടുന്ന കയ്യടിയും അംഗീകാരവും വേറെ ആയിരിക്കും. ഈ വരുന്ന റിപ്പോർട്ടർമാർക്ക് മലയാളം അറിയാത്തത് കൊണ്ടാണ് അവർ നിങ്ങളോട് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്. പിണറായി വിജയന്റെ ഒക്കെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് മനസ്സിലാകും, എങ്കിലും മലയാളത്തിലാണ് അദ്ദേഹം മറുപടികൾ കൊടുക്കുന്നത്. ഈ വരുന്നവര് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേണ്ട വിധത്തിൽ അത് ആൾക്കാരിലേക്ക് എത്തിച്ചേക്കും. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിലാണ് പറയുന്നതെങ്കിൽ അത് ഇംഗ്ലീഷിലോട്ടാക്കി ഇന്ന സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ഇന്ന പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന MP അല്ലെങ്കിൽ ഇന്ന മന്ത്രി ഈ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന രീതിയിൽ അവർക്ക് വേണ്ട ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തോളും. പിന്നെ നിങ്ങൾ എന്തിനായി കിടന്ന് ബുദ്ധിമുട്ടുന്നത്? ഇവനെന്തൊരു തോൽവിയാടാ. ഇതിനൊക്കെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിരിക്കണേ ഈശ്വര? മലയാളത്തിനെയും ഇംഗ്ലീഷിനെയും ഒരുമിച്ച് നാറ്റിക്കുന്ന ഈ പരിപാടി നിർത്തിക്കോളണം, അല്ലെങ്കിൽ നിങ്ങളെ ഇനി വിടാൻ ഒരു പ്ലാനും ഇല്ല. അത് ശരി, മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? കളിയാക്കലല്ല ഇത്. നിങ്ങളിൽ മാറ്റം വരണം, നിങ്ങളുടെ ചിന്തയിൽ മാറ്റം വരണം. ഇനി എന്നെ കൊണ്ട് ഇത് പറയിക്കാൻ ഇടവരുത്തരുത്.